അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നാടകം വലിയ വിലയുള്ള സാധനമാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു നാടകം കാണണമെങ്കിൽ ഈ വർഷം ഈ ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അടുത്ത വർഷം നാടകം കാണാം. ഇതേ ദിവസം തിയേറ്റർ നാടകങ്ങൾക്ക് അത്ര ഡിമാൻഡ്. ഇവിടെ നമുക്ക് നാടകത്തിന് വലിയ വിലയില്ല. ഞാനൊക്കെ ഈ കോഴിക്കോട് നാടകം കളിക്കുമ്പോൾ ഏതാണ്ട് 87 1987-86 കാലത്ത് 84 കോഴിക്കോടുള്ള ട്രൂപ്പിൽ ചിരന്തന സംഗമം എന്നൊക്കെ പറയുന്ന സമിതിയിൽ നാടകം കളിക്കും. ഇതിലൂടെ ഇങ്ങനെ ദിവസം നമ്മൾ യാത്ര ചെയ്യുകയും വരികയൊക്കെ ചെയ്യുന്ന കാലം. അന്ന് കോഴിക്കോട് തന്നെയായിരുന്നു നമ്മൾ താമസം. ഞാൻ നിങ്ങൾക്കല്ല കേട്ടോ വിശേഷം മൊത്തം നമുക്ക് സ്വാഗതം ചെയ്യാം. നാടകങ്ങളായ നാടകവേദികളും സിനിമാ തിയേറ്ററുകളും കുലുക്കിയ നമ്മുടെ സ്വന്തം മുഹമ്മദ് എ രാഠോർ സാറുകളും KC കരുണാകരൻ സാറ് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എത്ര മണിക്കാ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നു. എന്താക്കി പ്രയാസമായി, ഭയങ്കര പ്രയാസമായി. ഇങ്ങനെ സംഭവിക്കരുത്. ഇയാൾ എന്തെന്നായി പറയുന്നത് എന്ന് തോന്നും. ഒരു രക്ഷയില്ല. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മുഹമ്മദ് എന്നെ വിളിച്ചുകൊണ്ടെന്നല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയാ? നമ്മൾ മോളെ ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാ? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും അമ്മയാ. ഉറപ്പല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് അനുകരിക്കാൻ പറഞ്ഞാൽ പറ്റുവാ? അമ്മേനെ ദിവസം നമ്മൾ കാണുന്നല്ലേ? അമ്മേനെ ദിവസവും കാണുന്നതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒബ്സർവേറ്റീവ് ആയിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, പ്ലേസ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇമാജിനേഷൻ ആണ്. ദാറ്റ് മീൻസ് ഭാവന. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പൊത്താൾക്ക് പിന്നെ ഒരുപാട് തിയറി ഒന്നും പറയേണ്ട കാര്യം. ഇത് തന്നെ അഭിനയം. എത്ര പേര് ഇതിൽ നാടകത്തിൽ വർക്കൗട്ട് ചെയ്തവരുണ്ട്? വർക്കിംഗ് ചെയ്തുകൊണ്ട് ഒന്ന് കൈബന്ധിക്കാമോ? നാടകത്തിൽ ഇതിനു മുമ്പ് അഭിനയിച്ചവരോ നാടകവുമായി ബന്ധപ്പെട്ടവരോ എത്ര പേരുണ്ട്? 1. പിന്നെ പ്ലീസ് 2. പ്ലീസ് പിള്ളേർ പറയാ, നമുക്ക് കുറെ കൂടി എളുപ്പമുണ്ട്. ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ആക്റ്റീവ് ആകുക എന്നുള്ളത്. നമുക്ക് കുറച്ച് ചിരിക്കുക, കളിക്കുക, കുറച്ച് പിന്നെ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കുറച്ച് സമയം എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. അത് തന്നെ അതിൽ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോവാം. അല്ലാതെ ഒരു തിയറി പഠിപ്പിച്ച് നാടകത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭവം ഒന്നും പറയേണ്ട കാര്യമില്ല. സ്നേഹിക്കാൻ അറിയണം, വിശ്വസിക്കാൻ അറിയണം, അന്യനെ വിശ്വസിക്കണം നമ്മൾ, അല്ലേ? അങ്ങനെയുള്ള ഒരു നല്ല സമൂഹമായി, ഒരു വലിയ വിഭാഗമായി നിങ്ങൾ ഉയരട്ടെ. നിങ്ങൾക്കെല്ലാം നല്ലത് മാത്രമേ വരികയുള്ളൂ. നല്ല മനസ്സിനുടമകളായി മാറണം, നന്നായി സ്നേഹിക്കാൻ അറിയണം, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ അച്ഛനെയും അമ്മയെയും നാട്ടുകാരെയും വീട്ടുകാരെയും കൂടെ പഠിച്ചവരൊക്കെ സ്നേഹിക്കാൻ കഴിയണം. ആ ഒരു നല്ല മനസ്സുണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു നല്ല കലാകാരനായി തീരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നിങ്ങളെല്ലാവരും നല്ല കലാകാരന്മാരും നല്ല കലാകാരികളും അതോടൊപ്പം നല്ല നാടകക്കാരുമായി മാറുക. നാടകം ജീവിതമാണ് എപ്പോഴും പറയുക, അല്ലേ? നാടകം ജീവിതമാണ് പറയുക. അങ്ങനെ നല്ല നാടകക്കാരായി മാറിക്കൊണ്ട് നിങ്ങൾ വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അധിക പ്രസംഗം പറയുന്നില്ല. സന്തോഷം, എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി മനസ്സിൽ സൂക്ഷിക്കുകയാണ്.